ഇബ്തിസാമ ഫി വജ ഹക്കീക ഫി സദക്ക എന്ന് പറയുന്നു. പുഞ്ചിരിക്കുന്നൊരു മുഖം സദക്ക ചെയ്യുന്നതിന് സമാണ്. ഞാൻ ഇപ്പോൾ സദക്ക ചെയ്തു. ഓക്കെ. വലാ നബുലുവന്നക്കും, നിങ്ങളെ ഞാൻ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഓരോ ഓർമ്മകൾ ഇങ്ങനെ വരുമ്പോൾ അങ്ങനെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത് എഴുതി വെച്ചിട്ട് ഭയങ്കര അക്ഷരസ്ഫുടികത്തോടെ സംസാരിച്ച് നിങ്ങളുടെ മുമ്പിൽ വലിയ ഷൈൻ ചെയ്യണമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ച കേട്ടാ. ഞാൻ വിചാരിച്ചു ഞാനല്ലേ ഈ 6ാം ക്ലാസ്സുകാരന് എത്ര വലിയ വിളക്കിയാലും ഇത്രയാന്ന് എന്നെ കേൾക്കുന്ന ആൾക്കാർക്ക് അറിയാലോ. ഞാൻ ഇന്ന് പറയാൻ വേണ്ടി വരുന്നത് നല്ല രസമുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് 10-38 വർഷം മുമ്പുള്ളൊരു കഥ. ഉടുതുണിക്കും മറുതുണിയില്ലാത്തൊരു കാലം. അന്ന് മാവിൻ്റെ മേലുള്ള മാങ്ങകളൊക്കെല്ലാം ഭയങ്കര ടേസ്റ്റായിട്ടാ. ചക്കക്ക് അതിനേക്കാളും വലിയ ടേസ്റ്റ്. അപ്പോൾ മരയ്ക്ക് എങ്ങനെയാണെങ്കിൽ പറയണ്ട, അത് അതിനേക്കാളും വലിയ ടേസ്റ്റാണ്. മനുഷ്യർക്കോ അത് വല്ലാത്തൊരു മൊഞ്ചാ. എല്ലാവരെ കാണുമ്പോഴും വല്ലാത്തൊരു ഇഷ്ടമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അങ്ങനത്തെ ഒരു കാലം. അങ്ങനെ 10-38 കൊല്ലം മുമ്പ് ഞാൻ 12ാമത്തെ വയസ്സിൽ ബാംഗ്ലൂരെത്തി. 12ാമത്തെ വയസ്സിൽ ബാംഗ്ലൂരെത്തിയ കഥയാണ് ഇപ്പം ഞാൻ നിങ്ങളോട് ഇതങ്ങനെ ടൈം പാസ്സാക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്കൊരു ടൈം ഉണ്ടെങ്കിൽ കണ്ടോ. അങ്ങനെ അത് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ അമിതാഭ് ബച്ചനും പിന്നെ നമ്മളെ എന്താ പറയുക രജനീകാന്ത് പിന്നെ ഇങ്ങനെ കുറച്ച് നടന്മാരുണ്ട്. അവരെല്ലാം അങ്ങ് തിളങ്ങി നിൽക്കുന്ന സമയമാണ്. ആ സമയത്താണ് ഞാൻ പോന്നു. അങ്ങനെ ഞാനവിടെ എത്തിയതിന് ശേഷം ഫോണൊന്നും മുഞ്ഞാന്ന് കളിക്കുന്നില്ല. അതാണ് ഞാനിങ്ങനെ നോക്കുന്നത്. പിന്നെ അവിടെ നിന്നുള്ളൊരു ലൈഫാ. എന്താ ലൈഫ് എന്ന് പറഞ്ഞാൽ രാത്രി കടന്നുറങ്ങാൻ 1 മണി 2 മണിയെല്ലാം ആവും. അതിൻ്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ മംഗളവും മനോരമയിൽ എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. വായനശീലം കുറച്ച് കൂടുതലുണ്ടായ സമയമാണ്. അന്ന് വായനശീലയിലേ ഉള്ളൂ. അല്ലാതെ ഇതേപോലത്തെ ഇതൊന്നും ഇല്ലല്ലോ. ഏത് നമ്മളെ ഫോണും യൂട്യൂബും അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ. അങ്ങനെ ഇരിക്കെ രാത്രി കിടക്കാനിങ്ങനെ വായിച്ച് കിടക്കാൻ കുറച്ച് സമയമെടുക്കും. രാവിലെ എഴുന്നേൽക്കുന്ന ഒരു രംഗം പറയാൻ വേണ്ടിയിട്ടു അവിടെയുള്ള ദാതാക്കന്മാർ രംഗങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. വേഗം പറയാം. ഞാൻ കാലത്ത് ഈ പണ്ട് മരത്തിൻ്റെ ഡോറ എടുത്തെടുത്ത് വെക്കുന്നതാ. അങ്ങനെ എടുത്തെടുത്ത് വെക്കുമ്പോൾ രാവിലെ തുറക്കുന്ന ചെയ്ത രീതിയിലാന്ന് പറഞ്ഞാൽ ഈ വാതിലിന് വന്നിട്ട് മുട്ടും. എഞ്ചോതി മുട്ടലാന്ന് പറഞ്ഞാൽ ഭയങ്കരപ്പെട്ട മുട്ടൽ. എത്ര മണിക്ക്? 4 മണിക്ക് മുട്ട് തുടങ്ങും. ആരാ വന്ന് മുട്ടുന്നത്? കുറേ കുതിരക്കാർ. അവർക്ക് ബീഡി സിഗരറ്റെല്ലാം വേണം. അങ്ങനെ തലപൊന്തോ. നമുക്ക് 2 മണിക്ക് ഉറങ്ങിയാൽ ഞങ്ങൾക്ക് 4 മണിക്ക് തലപൊന്തോ. പൊന്തൂല. ഉച്ചക്ക് ഉറക്കം കിട്ടുന്നുണ്ടാ? അതും ഇല്ല. അങ്ങനെ എങ്ങനെയല്ലോ തല പൊന്തിച്ചിട്ട് ഇങ്ങ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇവർ ചെയ്യുന്ന സംഭവം എന്നറിയാം. നമ്മൾ ഡോറങ്ങ് തുറന്നു. ഒരു ഷട്ടറല്ലപ്പാ ആ മരത്തിൻ്റെ ഒരു നിര എടുത്തു മാറ്റി. നിരാന്നാ പറയാന്ന്, ഇന്നെന്താ പറയാന്നൊക്കെ അറിയില്ല. എടുത്ത് മാറ്റുമ്പോൾ തന്നെ 2 കയ്യിൽ ഒരു നിരയുണ്ടാകുക. ഇതാ ഇങ്ങനെ എടുത്ത് മാറ്റും. എന്നേരം ഒരു കാർക്കിച്ച് തുപ്പലാ. കാർക്കിച്ച് മുഖത്ത് തുപ്പു. എൻ്റെ മോനെ കട്ടിയുള്ള സാധനമായിരിക്കും. കൈനെ കൊണ്ട് ഇങ്ങനെ തുടച്ചെടുക്കും. യാ റബ്ബേ. എന്നിട്ട് ഒരുപാട് ദിക്ർ ചൊല്ലും അവർ. തെറി പൂരം അതെല്ലാം കേട്ട് അവർക്ക് വേണമെന്ന് സിഗരറ്റെല്ലാം കൊടുത്ത് വീഡിയോയെല്ലാം കൊടുത്ത് കുറേ ആൾ പൈസ തരും, കുറേ ആൾ പൈസ തരില്ല, കുറേ ആൾ പേടിപ്പിച്ചിട്ട് രാത്രി തരുമെന്ന് പറഞ്ഞാൽ രാത്രി ഇവൻ തരണമെങ്കിൽ ഇവൻ രാത്രി ഫുള്ള് കള്ളിലാണ് വരുന്നുണ്ടാവുക. അങ്ങനെ ഇവൻ കിട്ടിയില്ലെങ്കിൽ ഓക്കെ.
പിന്നെ ദാതാക്കന്മാരെ കഥ പറഞ്ഞുതരാം. അന്ന് അമിതാഭ് ബച്ചനും അതേപോലെ തന്നെ ധർമ്മേന്ദ്ര, രജനീകാന്ത് ഇവരെല്ലാം അങ്ങ് തിളങ്ങി നിൽക്കുന്ന സമയമാണ്. അന്നുള്ള സിനിമകളിലെന്ന് പറഞ്ഞാൽ ആരോടാ ഞാനടാന്ന് പറയുന്നതിലുള്ള പെട്ട സിനിമകളാണ്. അങ്ങനത്തെ കഥകളെ പോക്ക. അപ്പോൾ ഈ കുട്ടികൾക്ക് ദാതാക്കന്മാരാണ്. ഈ കുട്ടികൾക്ക് ദാതാക്കന്മാരാകണമെങ്കിൽ ആരെങ്കിലും അടിക്കണ്ടേ? അടിക്കാൻ കിട്ടിയ സാധനം ഏതാന്ന് പറഞ്ഞാൽ ഇതാ എന്നെ പോലത്തെ സാധനം. 12 വയസ്സിൽ 14 വയസ്സിൽ വിടുതുണിക്കും മറുതുണിയില്ലാതെ ആരാൻ്റെ നാട്ടിൽ എത്തിപ്പെട്ടെ. അപ്പോൾ ജ്യേഷ്ഠന്മാരൊക്കെ സാധനം എടുക്കാൻ പല സ്ഥലത്തും പോയിട്ടുണ്ടാവും. അന്നേരം ഇവർ വരും, സിഗരറ്റിന് ചോദിക്കും. ഒരുപാട് പ്രാവശ്യം കൊടുത്തിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു ദിവസം ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 ബാട്ടിൽ അടിച്ച് പൊട്ടിക്കും. മുഖത്തൊരു കുത്ത, അതെങ്ങനെ ഒരു കുത്ത, പല്ലും മൂക്കും എല്ലാം ഒന്നാവും, ചോരയില്ലെങ്കിൽ വരും. അന്ന് മുതൽ ഓൻ ദാദിയായി. ഇത് ഓൻ്റെ കൂടെ ഉള്ളവൻ കണ്ട്. ഓൻ്റെ കൂടെ ഉള്ളവനിക്ക് ദാദിയാണ്ടേ, ഇവൻ മാത്രമായാൽ മതിയാ. ഒരു 4-5 ദിവസവും ക്ഷമിക്കും. 5-6 ദിവസം കഴിഞ്ഞിട്ട് ഓൻ വന്നിട്ട് ഓനിക്ക് എങ്ങനെയെങ്കിലും കയറണം, അടിക്കാൻ, ഒന്ന് പൊട്ടിക്കാൻ. എന്നെപ്പോലത്തെ ഒരുപാട് കുട്ടികൾ. അങ്ങനെ അവനെന്തെങ്കിലും ഒരു പഴുത് കാണാൻ നോക്കും. അപ്പോൾ ചില പെൺകുട്ടികളും വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിരിച്ചു വർത്താനം പറഞ്ഞിട്ടല്ലോ സാധനം കൊടുക്കുന്നുണ്ടാവും. പ്രായങ്ങത്തില്ലേ. അങ്ങനെ കുട്ടികൾ അത് കഴിഞ്ഞ് കുട്ടികൾ സാധനം മേടിച്ച് പോയി കഴിഞ്ഞു. അന്നേരമാണ് ഇവൻ വന്നിട്ട് ചോദിക്കേണ്ടതാ, നമ്മളെ നാട് വിട്ട് നമ്മളെ നാട്ടിൽ വന്ന് ഞങ്ങളെ പെൺകുട്ടികളെ നീ വിടക്കാക്കുന്ന നായിൻ്റെ മോനെ എന്ന് പറഞ്ഞാൽ ഒരു കുത്ത. അങ്ങനെ ഓനും ദാദിയായി. എന്നെ അടിച്ചിട്ട് ഓടാണ് അതൊക്കെ പറയുന്നു. പിന്നെ ഞാൻ ഇവരെ തിരിച്ചടിച്ചൊരു കാലമുണ്ട് കേട്ടാ. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. നമ്മക്കും കുറച്ച് വലിയ ആളല്ലാണ്ടേ ഞാൻ വെറും പൊട്ടനാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോയാൽ മതിയാ. എപ്പോൾ ഒരിക്കൽ വലിയ ആളതിന് കേട്ടാ ഞാൻ പറയാം. പിന്നെ അപ്പം അങ്ങനെയാണ് ബാംഗ്ലൂരിൽ കുറേ ദാതാക്കന്മാർ ഉണ്ടായത്. അടച്ചോനെ, എന്തെല്ലാം ജീവിതം, എന്തെല്ലാം ജീവിത കഥകൾ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഭക്ഷണം ഉണ്ടാവില്ല, വിടുതണിക്ക് മറുതുണി ഉണ്ടാവില്ല, ആഴ്ചക്ക് ഒരു പ്രാവശ്യം കുളിക്കണം. 10-38 കൊല്ലം മുമ്പാണ്, ഇന്നത്തെ കഥയല്ലേ. അങ്ങനത്തെ കഥകൾ. ഓക്കെ, ഐ ലവ് യു, ഐ ലൈക്ക് യു. ബാക്കി ഞാൻ പിന്നെ പറഞ്ഞുതരാം.